ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഡെസേർട്ടാണ്, അതും വളരെ ഈസി മെത്തേഡിൽ അതും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അറബിക് പുഡിങ്ങാണ്. വളരെ ടേസ്റ്റുള്ള ഈ പുഡിങ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്കിതിൽ ആവശ്യമുള്ള സാധനങ്ങൾ പാല്, ബ്രെഡ്, കസ്റ്റർഡ് പൗഡർ, പിന്നെ ഫ്രഷ് ക്രീം, ഇത്ര സാധനങ്ങളാണ് ആവശ്യമുള്ളത്. അപ്പം നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മൾ എടുക്കുന്ന ട്രേ ആണ് കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള ട്രേ ആദ്യം സെറ്റിംഗ് ട്രേ മാറ്റി വെക്കുക. അതിലേക്ക് നമുക്ക് ചെയ്യേണ്ടത് 2 കപ്പ് പാല്, നോർമലി മിൽമ പാൽ, അതിലേക്ക് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് എടുക്കാം കേട്ടോ. ആദ്യം ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ, ഞാൻ വെള്ളത്തിലാണ് കലക്കുന്നുള്ളത്, ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കും. 1.5 ടേബിൾ സ്പൂണാണ് നമ്മൾ കസ്റ്റർഡ് പൗഡർ എടുക്കുന്നത്. നന്നായിട്ട് കലക്കി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 2 കപ്പ് പാൽ, 2 കപ്പ് പാലിൽ നമ്മൾ ഇത് ചേർത്തിട്ട് നമ്മൾ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതൊക്കെ തീയിൽ വെക്കുന്നതിന് മുമ്പ്, ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്താൽ മതി കേട്ടോ. അത് നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടും, കട്ടൊന്നും കിട്ടാതെ തന്നെ കിട്ടും. ഇനി ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യമുള്ള പഞ്ചസാരയാണ് കേട്ടോ. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർക്കാം, പക്ഷേ ഞാനിവിടെ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ല, നമ്മൾ ഷുഗർ മാത്രമാണ് ചേർക്കുന്നുള്ളത്. ഒരു 7-8 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ കറക്റ്റാണെങ്കിൽ അത്ര മതി. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്കിതിനെ നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഏകദേശം ഇതുപോലെ കുറുക്കിയെടുത്തിട്ട് അതൊന്ന് ആറാൻ വെക്കാം. ഇനിയിപ്പം നമ്മുടെ കസ്റ്റർഡിൻ്റെ മിക്സ് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി തണിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മുടെ ബ്രെഡ് എടുക്കാം. ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ കരയൊക്കെ കളയാം. ഒരു 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത ട്രേക്ക് ഇത് കറക്റ്റാണ്, അതുകൊണ്ടാണ് 8 എടുത്തിട്ടുള്ളത്, 8-9. ഓക്കെ. ഇനി നമുക്ക് ഫ്രഷ് ക്രീം ആണ് വേണ്ടത്. ഫ്രഷ് ക്രീം, ഒരു പാക്കറ്റ് ഫ്രഷ് ക്രീം 250 ml ഒരു ഫ്രഷ് ക്രീം എടുക്കുക. അതിലേക്ക് ആവശ്യമുള്ള മധുരത്തിനനുസരിച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ മതി. 3 ടേബിൾ സ്പൂൺ നമ്മുടെ ഫ്രഷ് ക്രീം കൂടി, മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. രണ്ട് ടേബിൾ സ്പൂൺ ഒഴിക്കുക. നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ലൊരു പേസ്റ്റായി മാറിക്കിട്ടും. ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ പുഡിംഗ് ആക്കുമ്പോൾ ഇതിനങ്ങാട്ടിൻ ടേസ്റ്റാണ്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മുടെ മിൽക്ക് മെയ്ഡ് ഫുള്ളായിട്ട് കലങ്ങണം. അതുപോലെ മിക്സ് ചെയ്തിട്ട് ഇനി അതും കൂടി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ വേണ്ട 2 ക്രീമുകളും നമുക്ക് സെറ്റായിട്ടുണ്ട്. കസ്റ്റർഡിൻ്റെതും ആയിട്ടുണ്ട്, നമ്മുടെ ഫ്രഷ് ക്രീമിൻ്റെതും ആയിട്ടുണ്ട്. ഇനി 2 ക്രീമും മാറ്റി വെക്കുക. ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ട ട്രേ എടുക്കുക. ഇതുപോലത്തെ ഒരു ഗ്ലാസ് ട്രേ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ ട്രേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അതായിട്ടുള്ളത് എടുക്കുക. അതിലേക്ക് നമ്മൾ ബ്രെഡ് സ്ലൈസസ് ഇതുപോലെ നിരത്തി കൊടുക്കുക. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഗസ്റ്റോ പെരുന്നാളിനോ ഏത് ഫംഗ്ഷൻ ആയാലും, വിരുന്നായാലും എന്ത് ഫംഗ്ഷൻ ആയാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഗ്യാപ്പൊന്നും ഇല്ലാതെ വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫസ്റ്റ് ഒഴിക്കേണ്ടത് നമ്മുടെ കസ്റ്റർഡിൻ്റെ മിക്സാണ് കേട്ടോ. ഫുള്ളായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ലെയർ നമ്മുടെ ബ്രെഡ് വെക്കുക, എന്നിട്ട് നമ്മുടെ കസ്റ്റർഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. വീണ്ടും സെയിം റിപ്പീറ്റാണ്. വീണ്ടും നമ്മൾ ഇതിൻ്റെ മേലെ ബ്രെഡ് സ്ലൈസസ് വെച്ച് കൊടുക്കുക. നമുക്കിത് സൈസ് നിങ്ങൾക്ക് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾ ചെറിയ ട്രേ എടുക്കുന്നത് നിങ്ങൾക്ക് ഇത്ര ക്വാണ്ടിറ്റി ആവശ്യമില്ല. നിങ്ങൾ വലിയ ട്രേ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടുക. അതല്ല മീഡിയം സൈസ് ആണെങ്കിൽ ഇതുപോലത്തത് മതി. ഇനി നമുക്ക് സൈഡിൽ കൂടി ബ്രെഡ് വെച്ച് കൊടുക്കാനുണ്ട്. ബാക്കിയുള്ള മിക്സ് ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുക. സെക്കൻഡ് ലെയറിൽ ഇപ്പം ആദ്യം നമ്മുടെ സൈഡ് ഒന്ന് കവർ ചെയ്യാനുണ്ട്. അതിൻ്റെ സൈഡ് ഇങ്ങനെ പീസസ് ആക്കി, ബ്രെഡിന് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് സൈഡൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ കസ്റ്റർഡിൻ്റെ മിക്സ് ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ സെക്കൻഡ് ലെയറായി. ഇതേപോലെ സെക്കൻഡ് ലെയറിൽ നമ്മുടെ കസ്റ്റർഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. ഫുള്ളായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും കഴിഞ്ഞു. ഇനി നമുക്ക് തേർഡ് ലെയർ ബ്രെഡ് വെക്കേണ്ടതില്ല. ഞാൻ 2 ലെയർ മാത്രമേ ആക്കുന്നുള്ളൂ.
ഇനി ഇത് ഫുള്ളായിട്ട് മിക്സ് ചെയ്തിട്ട് കവർ ചെയ്യുക. ഇനി അതിലേക്ക് നമ്മൾ മൂന്നാമത്തെ ലെയർ ഒഴിക്കുന്നത് നമ്മുടെ വിപ്പിംഗ് ക്രീമും മിൽക്ക് മെയ്ഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ മേലെ മൂന്നാമത്തെ ലെയറായിട്ട് ഒഴിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ലെയറായിട്ടുള്ള നമ്മുടെ ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡിൻ്റെ മിക്സ് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ്സ് ഫ്രീസറിൽ വെക്കാൻ വേണമെങ്കിൽ മാത്രം, ഞാൻ വെച്ചിട്ടില്ല. ഇനി നമുക്കിതിൻ്റെ മേലെ നമ്മുടെ ഫ്രഷ് ക്രീമിൻ്റെ മിക്സ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്യാം. ഫുള്ളായിട്ട് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്യാം. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്, പക്ഷേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലതാണെങ്കിൽ മാത്രം നമുക്ക് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ കഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. പക്ഷെ നമുക്ക് ആകെയുള്ളത് നമുക്ക് കസ്റ്റർഡ് ഒന്ന് കുറുക്കിയെടുക്കാൻ മാത്രമാണ്. ബാക്കിയൊക്കെ നമുക്ക് ഫടാഫട്ട് നമ്മുടെ പുഡിങ് ഇവിടെ റെഡിയാവും. അപ്പോൾ എല്ലാവരും ഈ പെരുന്നാളിനും നിങ്ങൾക്ക് ഏതെങ്കിലും ഗസ്റ്റോ വരുന്നോ കാര്യങ്ങളുണ്ടെങ്കിൽ, അതെല്ലാം കുട്ടികൾക്ക് എന്തെങ്കിലും സ്വീറ്റ്സ് കഴിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രക്കും ടേസ്റ്റാണ്, നല്ല ഹെവിയാണ്. ചെറിയൊരു പീസ് കഴിച്ചാൽ മതി, നല്ല ഹെവിയും കൂടിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നട്ട്സാണ്. അപ്പോൾ പിസ്ത, ബദാം, ഈ 2 നട്ട്സാണ് നമുക്ക് ഇതിൽ ചേർക്കേണ്ടത്. കാഷ്യൂ ഇടേണ്ട ആവശ്യമില്ല. കാഷ്യൂ ഇട്ട് അത്ര ടേസ്റ്റ് വരില്ല. കൂടുതൽ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ നോക്കുക പിസ്താൻ്റെ പീസസ്സാണ് കൂടുതൽ ടേസ്റ്റ് വരിക. ഉപ്പില്ലാത്ത നമ്മുടെ പിസ്ത ഉണ്ടാവുമല്ലോ, ഉപ്പ് ചേർക്കാത്ത പിസ്ത, അതിനെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിന് മേലിട്ട് കൊടുക്കുക. പിസ്തയും ബദാമാണ് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഇതിൻ്റെ കൂടെ ഇത് കഴിക്കുന്ന സമയത്ത് നമ്മൾ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം ഇതുപോലെ ഫുള്ളായിട്ട് നമ്മുടെ നട്ട്സ് ഇട്ട് കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രീസറിൽ ഒരു 4 to 5 hours ഫ്രിഡ്ജിൽ തന്നെ വെക്കാം. നല്ല തണുപ്പിച്ചിട്ട് വേണം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള അറബിക് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ഈ പുഡിങ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി ഞാനിത് ഫ്രീസറിൽ ഒരു 3 hours വെച്ചിട്ടുള്ളൂ. കാരണം കുട്ടികൾ ഭയങ്കര ഒച്ചപ്പാടാണ്, എൻ്റെ ചെറുത് പുഡിങ് വേണമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഫുള്ളായിട്ട് സെറ്റായിട്ടില്ല. അപ്പോൾ നിങ്ങൾ 3 hours ഒന്നും അല്ല, ഒരു 5 hours തീർച്ചയായിട്ടും വെക്കുക. താഴെ വെക്കുന്നുണ്ടെങ്കിൽ 5 hours, ഫ്രീസറിൽ വെക്കുന്നുണ്ടെങ്കിൽ ഒരു 3 hours വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇതേപോലെ നമ്മൾക്ക് എങ്ങനെയാണ് സ്ലൈസസ് വേണ്ടത് അതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ നമ്മുടെ വായിലലിഞ്ഞ് പോകുന്ന പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സെറ്റാവാത്ത കൊണ്ടാണ് ഇതുപോലെ ആയിട്ടുള്ളത്. വേഗം എടുത്തത് കൊണ്ട് നിങ്ങൾ സെറ്റാവുന്നവരെ വെയിറ്റ് ചെയ്യുക. മോൻ്റെ തിരക്ക് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ സെറ്റാവാതെ ഉള്ളത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. മധുരമൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഇതേ അളവിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പം നമ്മുടെ പുഡിങ് ഏകദേശം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻറ്റ് അറിയിക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ വിത്ത് എഫ്തർ ഫാഹി.